പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിന് നവദമ്പതികളും. രജിസ്ട്രാർ ഓഫീസിൽ നടന്ന വിവാഹത്തിനു ശേഷം ഡിവൈഎഫ്ഐ നേതാക്കളായ ഹൃതിക്കും ഗ്രറ്റിയുമാണ് ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണത്തിനെത്തിയത്. പുറത്ത് കർക്കിടകം നിന്ന് പെയ്യുമ്പോഴും ആശുപത്രി വരാന്തയിൽ വഴിക്കണ്ണുകളുമായി വരിതെറ്റാതെ ഒരു പറ്റം പേർ നിൽക്കുകയാണ്. ഉച്ചഭക്ഷണത്തിനായുള്ള പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐയുടെ വാഹനം വരുന്നുണ്ടോ എന്നാണ് എല്ലാ കണ്ണുകളും തിരയുന്നത്. കൃത്യം 12:40 പൊതിച്ചോറുമായുള്ള ഓട്ടോറിക്ഷ എത്തി. ചന്നം ഭിന്നം പെയ്യുന്ന മഴയെ കൂസാതെ നാടിന്റെ ചെറുപ്പം പെട്ടെന്ന് തന്നെ പൊതിച്ചോറുകൾ വിതരണത്തിനായി ക്രമീകരിച്ചു. പതിവിന് വ്യത്യസ്തമായി ഇക്കുറി പൊതിച്ചോറ് വിതരണത്തിനെത്തിയവരിൽ നവദമ്പതികളും ഉണ്ടായിരുന്നുവെന്നത് പൊതിച്ചോറ് വാങ്ങാനെത്തിയവരിൽ കൗതുകമുയർത്തി. ഡിവൈഎഫ്ഐ പുത്തൻവേലിക്കര മേഖലാ പ്രസിഡന്റ് ഹൃതിക്കും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഗ്രറ്റി ആന്റണിയുമായിരുന്നു ഇവർ. രാവിലെ ചേന്നമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹിതരായ ശേഷം പ്രവർത്തകർ അണിയിച്ച മുല്ലപ്പൂമാലയും കഴുത്തിലണിഞ്ഞുകൊണ്ടാണ് ഇരുവരും എത്തിയത്. പറവൂർ താലൂക്ക് ആശുപത്രിയിൽ എല്ലാ ദിവസവും പൊതിച്ചോർ വിതരണം ചെയ്യുന്നത് ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ മേഖലാ കമ്മിറ്റികളാണ്. ശനിയാഴ്ചത്തെ ഊഴം പുത്തൻവേലിക്കര മേഖലാ കമ്മിറ്റിയുടേതായിരുന്നു. ചുമതലക്കാരൻ കൂടിയായ പ്രസിഡന്റിന്റെ വിവാഹ ദിവസമായതിനാൽ വരേണ്ടതില്ലെന്ന് സഹപ്രവർത്തകർ പറഞ്ഞെങ്കിലും രജിസ്ട്രാർ ഓഫീസിലെ വിവാഹത്തിന് പിന്നാലെ ഇരുവരും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് സ്പെഷ്യലായി പായസവും ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഹൃത്തിക്ക്. ഞാൻ ഡിവൈഎഫ്ഐയുടെ പുത്തൻവേലിക്കര മേഖലാ പ്രസിഡന്റ്. ഗ്രറ്റി ഡിവൈഎഫ്ഐ മേഖല സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഞങ്ങൾ 10 വർഷത്തെ സൗഹൃദത്തിന് ശേഷമുള്ള ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഞങ്ങളിന്ന് ആണ് സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരായത്. അപ്പോൾ ഈ വിവാഹം ഒരു മാതൃകാപരമാക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പൊതിച്ചോറ് എല്ലാ ദിവസവും ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതാണ്. കേരളത്തിൽ തന്നെ 77 ആശുപത്രികളിലായി 38,630 പൊതിച്ചോറ് ഞങ്ങൾ എല്ലാ ദിവസവും വിതരണം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പറവൂരിൽ എല്ലാ ദിവസവും 120ഓളം പൊതിച്ചോറ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഓരോ കമ്മിറ്റികളാണ് ഓരോ ദിവസവും ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഡിവൈഎഫ്ഐ പുത്തൻവേലിക്കര മേഖലാ കമ്മിറ്റിയുടെ ഭക്ഷണപ്പൊതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നേതൃത്വത്തിലാണ്, കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ഭാഗമായ ഒരു മധുരം കൂടി, ഒരു പായസം കൂടി വിതരണം ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കണം എന്ന നിലയിലാണ് വിവാഹം ചെറിയ രീതിയിലാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. രജിസ്റ്റർ മാരേജ് ചെയ്യുകയും അതോടൊപ്പം ഇത്തരമൊരു ലഘു പരിപാടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്.